ഹായ് ഹലോ. അപ്പോൾ ദേവു സ്റ്റോറീസിലെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ സെക്ഷൻ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് എൻ്റെ സെക്ഷൻ എക്സ്പീരിയൻസും അതിൻ്റെ റിക്കവറിയും പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഐ തോട്ട് അതെന്നെ ഷെയർ ചെയ്യാമെന്ന്. ആൻഡ് ഈ ഒരു വീഡിയോ ഒത്തിരി ലേറ്റായി ചെയ്യാൻ, ബിക്കോസ് ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ റിക്കവർ ആവുന്ന സ്റ്റേജ്, പിന്നെ എനിക്ക് അതിനൊരു കറക്റ്റ് ടൈം വന്നിട്ടില്ല, കുറേ ബിസി, ആൻഡ് ഈ ഒരു പുതിയ ജേർണി ഞാൻ അഡാപ്റ്റ് ആവുന്നു, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്. സോ അപ്പം നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ സ്റ്റോറി ഷെയർ ചെയ്യാൻ പ്ലാൻ ചെയ്തതെന്ന് പറയാം. ബിക്കോസ് ആർക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഓർ ഞാൻ പറയുന്ന എനിക്ക് ഫസ്റ്റ് ഉണ്ടായ സിംറ്റംസ് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പം ഈ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്നവർക്ക്, ഐ മീൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഇറ്റ് മേ ഹെൽപ്സ്. ഓൾസോ ഞാൻ റിക്കവറി സ്റ്റേജ് പറയുമ്പോൾ റീസെൻ്റ്ലി ഈ സെക്ഷൻ കഴിഞ്ഞവർക്ക് എങ്ങനെ റിക്കവറി ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഹെൽപ്പും എനിക്ക് തരാം. എനിക്കറിയാം, ഐ എം നോട്ട് എ ഡോക്ടർ, കറക്റ്റായിട്ട് മെഡിക്കൽ രീതിയിലൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ എന്നോർത്തിട്ടാണ് ഐ ജസ്റ്റ് പ്ലാൻ ടു ഷെയർ മൈ സെക്ഷൻ ജേർണി. ഓക്കെ, സോ എൻ്റെ എസ്റ്റിമേറ്റ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4 ആയിരുന്നു എനിക്ക് തന്നത്. പക്ഷേ എൻ്റെ ഡെലിവറി ഡേറ്റ് വന്നത് ജൂൺ 4 ആണ്. 1 month ഏർലിയാണ് എൻ്റെ ഡെലിവറി നടന്നത്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ബേബീൻ്റെ ചുറ്റും ലൂപ്പ് ഉണ്ടായിരുന്നു, 2 കോഡ് ചുറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബേബിക്ക്. സോ അത് ഞാൻ അറിയുന്നത് ജൂൺ 2 ഈ ലൂപ്പ് ചുറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. ജൂൺ 2 നമ്മൾ ബേബീൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പം എനിക്ക് ഞാൻ ഭയങ്കര ക്ഷീണം, എനിക്ക് BP കുറയുന്ന പോലെ ഭയങ്കര ടയേർഡ് ഫീൽ തോന്നിയിട്ട്, അങ്ങനെ ക്ഷീണമൊക്കെ തോന്നിയപ്പം നമ്മൾ നേരെ നമ്മുടെ ഷോപ്പിംഗ് പകുതിക്ക് നിർത്തിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. സോ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ചുമ്മാ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് 1 month ഇനിയും ഉണ്ട് ഡെലിവറി ഡേറ്റിലേക്ക്. പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്തപ്പം റിപ്പോർട്ട് വന്നപ്പം അതിലുണ്ടായിരുന്നു 2 ലൂപ്സ് ചുറ്റിയിട്ടുണ്ടായിരുന്നു ബേബിക്ക് നിന്ന്. പക്ഷെ അത് ടൈറ്റെന്ന് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ടൈറ്റ് അല്ല, പക്ഷെ ലൂപ്പ് ചുറ്റിയിട്ടുണ്ട് 2 എന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് 35 വീക്സും 5 ഡേയ്സും ആയിരുന്നു എനിക്കപ്പം. ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ലൂപ്പ് ചുറ്റിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ലൂപ്പ് ചുറ്റിയവരുടെയും നോർമൽ ഡെലിവറി ആവാറുണ്ട്, ജസ്റ്റ് മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യണം എന്ന് തൊട്ടിട്ട് എന്നോട് പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു 10 മൂവ്മെൻറ്റ്സ് എങ്കിലും അടുപ്പിച്ച് കിട്ടണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഒരു 1 hourൻ്റെ ഉള്ളിൽ ഒരു 10-15 മൂവ്മെൻറ്റ്സ് കിട്ടണം എന്നായിരുന്നു എന്നോട് ഡോക്ടർ അന്ന് പറഞ്ഞത്. അപ്പോൾ ആ 35 വീക്സ് ആൻഡ് 5 ഡേയ്സിൽ എൻ്റെ ബേബിക്ക് 2.9 വെയിറ്റ് ഉണ്ടായിരുന്നു. സോ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സെക്ഷൻ ചെയ്യാം ലൂപ്പ് ചുറ്റിയതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ലൂപ്പ് ചുറ്റിയവരും നോർമൽ ഡെലിവറി ആവാറുണ്ട്. സോ ഇഫ് യു ലൈക്ക് നമുക്ക് നിങ്ങൾ മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും, മൂവ്മെൻറ്റ്സിൽ എന്തെങ്കിലും വേരിയേഷനോ കുറവോ കാണുകയാണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി, നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അത് പറഞ്ഞ് നമ്മളും ഓക്കെ ഫൈൻ, ഞാൻ മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു ഉണ്ടായത്. ഓക്കെ, അങ്ങനെ നമ്മൾ ജൂൺ 2 ഇങ്ങനെ കൺസൾട്ട് ചെയ്ത് സ്കാൻ റിപ്പോർട്ടൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആൻഡ് ജൂൺ 2 കഴിഞ്ഞു, ജൂൺ 3 ആയി. ജൂൺ 3 ഞാൻ രാവിലെ ഫുഡ് കഴിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മൂവ്മെൻറ്റ് കൗണ്ട് ചെയ്യും. അപ്പോൾ രാവിലത്തേത് ഓക്കെ ആയിരുന്നു, ഉച്ചയ്ക്കത്തതും ഓക്കെ ആയിരുന്നു. ജൂൺ 3 നൈറ്റും ഞാൻ ഫുഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര മൂവ്മെൻറ്റ് കിട്ടാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നിട്ടും ഞാനിങ്ങനെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പം എനിക്ക് മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ പ്രോപ്പർ മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല. എനിക്ക് ഇത്ര ദിവസം ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല. ഞാനിങ്ങനെ നല്ലോണം ഒബ്സർവ് ചെയ്യും, ഒരു 1 hour ഒക്കെ ഞാൻ നല്ലോണം ഒബ്സർവ് ചെയ്തു, അപ്പോഴൊന്നും എനിക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. സോ ജൂൺ 3 നമ്മൾ നൈറ്റ് ഒരു 12 ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായത്. ഞാൻ BMH ഹോസ്പിറ്റലാണ് കൺസൾട്ട് ചെയ്തത്. ഷീല ഡോക്ടറായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പോൾ നമ്മൾ നേരെ ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ BMHലേക്ക് പോവുകയാണ് ചെയ്തത്, ബേബിയിലേക്ക് പോകാനുണ്ടായത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പം കാഷ്വാലിറ്റിയിൽ കാണിച്ചു. കാഷ്വാലിറ്റിയിൽ നമുക്ക്
ഡ്യൂട്ടി ഡോക്ടർ വന്നു, എൻ്റെ പൾസും കാര്യങ്ങളും ഒക്കെ നോക്കി. ആൻഡ് ദെൻ അവരൊരു സ്കാനിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് ഹാർട്ട് ബീറ്റും വാവയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അതൊക്കെ നോർമലാണ്. ഓൾസോ മൂവ്മെൻറ്റ്സും ഉണ്ടോയെന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഒരു ഡീറ്റെയിൽ സ്കാനിങ് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ ആവണം എന്ന് അവർ പറഞ്ഞപ്പം എന്നെ അവിടെ ഒബ്സർവേഷനിലിട്ടു. അന്ന് നമ്മൾ പോകാൻ സമ്മതിച്ചില്ല. എന്നെ ലേബർ റൂമിൽ ഒബ്സർവേഷനിൽ വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ഫുൾ നൈറ്റ് ഞാൻ ഒബ്സർവേഷനിലായിരുന്നു. എനിക്ക് ബേബിയുടെ ഹാർട്ട് ബീറ്റും കേൾക്കായിരുന്നു. അതേപോലെ അവർ ഒബ്സർവേഷനിലിടുമ്പോൾ എന്നോട് പറഞ്ഞു മൂവ്മെൻറ്റ്സ് ഉണ്ടോയെന്നും നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ നൈറ്റൊക്കെ എനിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ നിന്ന് മൂവ്മെൻറ്റ്സ് കിട്ടാത്തതൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല മൂവ്മെൻറ്റ്സും ഒക്കെ കിട്ടി. അപ്പം ഐ വാസ് ഹാപ്പി. ഓക്കെ, മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ ഡോക്ടർ വന്നിട്ട് പോവാം, ഇന്നിപ്പോൾ ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ബെഡിൽ കിടന്നു. പുറത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ വരെ അവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ഡോക്ടർ വന്നിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോവാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി ജൂൺ 4 രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പം സിസ്റ്റർ വന്നു. എൻ്റെ പൾസും കാര്യങ്ങളൊക്കെ പിന്നെയും നോക്കി. എൻ്റെ ഷുഗർ നോക്കി. ഷുഗർ ലെവലൊക്കെ എനിക്ക് നോർമലായിരുന്നു, ഒന്നും ഹൈ അല്ലായിരുന്നു. എവറിത്തിങ് ഈസ് നോർമൽ. ബേബി ഹാർട്ട് റേറ്റ്, മൂവ്മെൻറ്റ്, എവറിത്തിങ് ഈസ് നോർമൽ. അങ്ങനെ ഡോക്ടർ വന്ന് ഒരു 9 മണിയാകുമ്പോൾ ഡോക്ടർ വന്നു. ആൻഡ് ഡോക്ടർ സ്കാൻ ചെയ്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഏതായാലും ബേബിക്ക് വെയിറ്റ് ഉണ്ട്, 2.9 എബവ് ഉണ്ടായിരുന്നു ബേബിക്ക് വെയിറ്റ്. ആൻഡ് ലൂപ്പ് ഉള്ളതല്ലേ, ഇനി ഒരു കൺഫ്യൂഷന് നിൽക്കണോ, നമുക്ക് സി സെക്ഷൻ ചെയ്താലോ എന്ന് ഡോക്ടർ ഇങ്ങോട്ട് പറയുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഡോക്ടർ ആ ഒരു കാര്യം പറഞ്ഞപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ അവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഇതൊരു സഡൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഇനിയും ഒരു മാസമാണ്. സോ ഡോക്ടർ അപ്പം നമ്മളോട് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു, നമുക്ക് സി സെക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ബേബിക്ക് വെയിറ്റ് ഉണ്ട്, ഓൾറെഡി ലൂപ്പ് ചുറ്റിയിട്ടുണ്ട്. അത് അത്ര ക്രിട്ടിക്കലാണെന്നും പറയാൻ പറ്റില്ല, പക്ഷേ സേഫാണെന്നും പറയാൻ പറ്റില്ല. ഒരു മിഡ് സ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇനി വെറുതെ ഒരു റിസ്ക് എടുത്ത് ഒന്നും കൂടെ ലൂപ്പ് ചുറ്റി ബേബീനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെയിറ്റ് ഉണ്ട്, 1 മന്ത് ഏർലി ആണെങ്കിലും ആൾ വെയിറ്റ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമ്മൾ സി സെക്ഷൻ തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പം തന്നെ ഞാൻ നന്ദുവിനെ വിളിച്ചു, എൻ്റെ ഹസ്ബൻഡിനെയും വിളിച്ച് വി ഡിസൈഡഡ് ഓക്കെ എന്നാൽ നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എൻ്റെ സി സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനൊരു 34 വീക്സ് ആകുമ്പോഴേക്ക് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബേബിക്കുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നാൽ മതിയായിരുന്നു വീട്ടിൽ നിന്ന്. സോ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന അമ്മമാരോട്, ഐ മീൻ മോം ടു ബി ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു 34 വീക്സ് ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി റെഡിയാക്കി വെക്കുക. കാരണം നമുക്കറിയില്ല എന്താണ്, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വാട്ട്സ് നെക്സ്റ്റ് എന്ന്. സോ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളതൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചാൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ സി സെക്ഷന് ഓക്കെ പറയാനുണ്ടായത്. 9:30 ആകുമ്പോൾ നമ്മൾ ഈ ഡിസിഷൻ എടുത്തു. കൊച്ചിയിൽ നിന്ന് നന്ദു 9:30, നമ്മൾ ആ ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ നന്ദു കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. എന്നെ അവർ അപ്പം തന്നെ നമ്മൾ ഓക്കെ പറഞ്ഞ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ദൈവം സഹായിച്ചുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്രണ്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് വരുണ എന്ന് പറഞ്ഞിട്ട്. അവളുടെ അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബേബിയിൽ സിസ്റ്ററായിരുന്നു, അതും OTയിലെ സിസ്റ്ററായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കാരണം എൻ്റെ കൂടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് അറിയുന്ന ഒരു സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എന്നെ ഒന്ന് കാമാക്കാനും പുള്ളിക്കാരി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു റഷും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരികയാണ് ഉണ്ടായത്. കാരണം എനിക്കിങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ സിസ്റ്റർ ഉണ്ടായിരുന്നു, ബബിത സിസ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ബേബിയിൽ വർക്ക് ചെയ്യുന്ന ബബിത സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പം PVSൽ വർക്ക് ചെയ്യുന്ന നളിനി സിസ്റ്റർ എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് വരുന്ന, അവളുടെ അമ്മയാണ് നളിനി സിസ്റ്റർ. നളിനി സിസ്റ്ററുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബബിത സിസ്റ്റർ. അപ്പം അവർക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ആ സമയത്ത് അവർ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു OT-യിൽ. കാരണം OT-യിൽ നമ്മൾ ഒത്തിരി പേര്, ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ആരൊക്കെയോ കുറേ നേഴ്സുമാർ ആരൊക്കെയോ ഉണ്ട്, മെയിൽ ഫീമെയിൽ ഒക്കെ മിക്സഡ് ആയിട്ട്. അപ്പം നമ്മൾ ആ ഒരു ബെഡിൽ കിടക്കുന്നു, നമ്മൾ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്നു. അപ്പോഴൊക്കെ നമുക്ക് അറിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് ശരിക്കും ഭയങ്കര ഒരു അനുഗ്രഹമാട്ടോ. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ബെഡിൽ കിടത്തുന്നു, എന്നെ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ടേൺ ചെയ്ത് പിടിക്കുന്നു. എനിക്ക് എന്നിട്ട് അനസ്തേഷ്യ തരുന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ സിസ്റ്റർ എൻ്റെ ചെവിയിൽ ധൈര്യമായിട്ടിരിക്കുകയും ഒരു കുഴപ്പമില്ല, സേഫായിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കുക, വാവ ഇപ്പം വരും, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് അനസ്തേഷ്യ തരുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അനസ്തേഷ്യ തന്നു. എൻ്റെ സ്പൈനലിൽ ആ അനസ്തേഷ്യ തന്നപ്പോൾ തന്നെ എൻ്റെ അരയുടെ താഴേക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോയ പോലെയായിരുന്നു. ആ വൈബ്രേഷൻ കിട്ടിയപ്പോൾ തന്നെ പിന്നെ എനിക്ക് അരയുടെ താഴേക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഫുൾ ഒരു തരിപ്പ് മാത്രം. പിന്നെ അവർ സർജറി സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പുഷ് തന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ആ പുഷ് തന്നപ്പോൾ ബേബി പുറത്ത് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. യാ അങ്ങനെ പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പുഷ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി വാവ പുറത്ത് വന്നു എന്നുള്ളത്. ബേബിയുടെ ജെൻഡർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുള്ളി അൺകോൺഷ്യസ് ആയിട്ട് മാറിയത്. അങ്ങനെ ബേബി പുറത്ത് വന്നു, അവർ ഗേളാന്ന് പറഞ്ഞു, എൻ്റെ മുഖത്ത് കൊണ്ടുവച്ചു. അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. വാവ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ വേദനയും ഞാൻ മറന്നു, എൻ്റെ സങ്കടവും പോയി. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിലും സങ്കടം പോയി, സന്തോഷമായിരുന്നു. ബേബീനെ എൻ്റെ മുഖത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോധം കംപ്ലീറ്റ് പോയി. പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ICU-യിലായിരുന്നു ഉണ്ടായിരുന്നത്. ICU-യിലേക്ക് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു അനസ്തേഷ്യ തന്ന ഒരു 5 hours കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് ബോധം വന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിലവർക്ക് ഈ അനസ്തേഷ്യ കൊടുത്താൽ ഷിവറിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവർ ഷിവറിങ് ആകുമ്പം അവർ നമുക്ക് മരുന്ന് തരും. അപ്പോൾ എനിക്ക് ഓവർ ഷിവറിങ് വന്നപ്പം എനിക്ക് അവർ മരുന്ന് കയറ്റുന്നുണ്ടായിരുന്നു അപ്പം തന്നെ. അപ്പം എനിക്ക് ആ മരുന്ന് കയറ്റി ഞാൻ ഫുൾ അൺകോൺഷ്യസ് ആയി. പിന്നെ എനിക്ക് ബോധം വരുന്നത് ഒരു 4-5 hours കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വരുന്നത്. അപ്പോഴും എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ അരയുടെ താഴേക്ക് ഫുൾ തരുത്ത് കിടക്കുകയാണ്. എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഈവനിങ് ഒരു 4 PM, ആ ഒരു 4-5 PM ആകുമ്പം എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബോധം വന്നു, കുഞ്ഞാവേനെ കൊണ്ടുവന്നു, കുഞ്ഞാവേൻ്റെ മുഖം ഞാൻ കണ്ടു, ഞാൻ ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യുമ്പോൾ എനിക്ക് പാലുണ്ടായിരുന്നു കേട്ടോ, ബൈ ഗോഡ്സ് ഗ്രേസ്. അങ്ങനെ ഞാൻ ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നന്ദു വന്നു, ഞാൻ നന്ദുവിനെയും കണ്ടു. ഞാനിങ്ങനെ എല്ലാവരെയും കണ്ടു, ഞാനിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ കിടക്കുവാണ്. പക്ഷെ എന്താണ് വരുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6 മണി 7 മണി 6 മണി 6:30 ആകുമ്പോഴേക്ക് എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ സെക്ഷൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ICU-യിൽ കിടക്കുമ്പോൾ തന്നെ അവർ നമ്മൾ ഒരു തവണ തിരിച്ചു കിടത്താൻ ട്രൈ ചെയ്യും. നമ്മുടെ മൂവ്മെൻറ്റ് അവരൊന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിലെ ഫസ്റ്റ് മൂവ്മെൻറ്റ് എനിക്ക് ICU-ന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ആലോചിക്കാൻ വയ്യാത്ത ഒരു മൂവ്മെൻറ്റ് ആണത്. കാരണം ഇങ്ങനെ പെയിൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കരച്ചിൽ മാത്രം വരുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ഒരു സിസ്റ്റർ എൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ബബിത സിസ്റ്ററായിരുന്നു എന്നെ തിരിച്ചു കിടത്താൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. പുള്ളിക്കാരി ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് ഈ ഒരു മൊമെൻറ്റും കടന്നു പോകണം, നീ ട്രൈ ചെയ്യ്, തിരിഞ്ഞു കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർ അപ്പം തന്നെ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റിച്ച് വലിയുമ്പോഴാണ് ഹീലിംഗ് ശരിക്കും നടക്കുന്നത്. നമ്മുടെ സ്റ്റിച്ച് വലിയുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ വേദന നല്ലോണം ഉണ്ടാകും, പക്ഷെ നമുക്ക് ഹീലിങ്ങും അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സെക്ഷനിൽ നമ്മൾ അനങ്ങാതെ കിടക്കുകയല്ല വേണ്ടത്. നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ സെക്ഷൻ കഴിഞ്ഞ പാടെ ഓടിച്ചാടാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് വെക്കണം. എന്നാലേ ആ സ്റ്റിച്ച് വലിഞ്ഞ് പെയിൻ നമ്മൾക്ക് ഇങ്ങനെ കുറയുള്ളൂ. ആക്ച്വലി നമ്മളിങ്ങനെ വേദന പേടിച്ച് മൂവ് ചെയ്യാതിരുന്നാൽ നമുക്ക് മൂവ് ചെയ്യാനേ പറ്റില്ല. അപ്പം നമ്മൾ വേദന ഒന്ന് കടിച്ച് പിടിച്ച് നമ്മൾ മൂവ് ചെയ്യണം. എന്നെ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യിപ്പിച്ച്
അവരെന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ കിടത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞ് ICUവിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് ഡേ രാവിലെ മാത്രമേ റൂമിലേക്ക് അവരാക്കുള്ളൂ. നമ്മൾ ആ 24 hours നമ്മൾ ICUവിൽ തന്നെയായിരിക്കും. അതെനിക്ക് കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ. ആ ഒരു നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ബിക്കോസ് എനിക്ക് ബേബീനെ കാണാൻ പറ്റുന്നില്ല, നന്ദുവിനെ കാണാൻ പറ്റുന്നില്ല. അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. എനിക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലേക്ക് എത്തിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ആ നൈറ്റ് ഫുള്ള് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പെയിൻ കില്ലേഴ്സ് തരുന്നുണ്ടായിരുന്നു. അനങ്ങാതെ കിടക്കുമ്പം അത്ര പെയിൻ നമ്മൾ അറിയില്ല. പക്ഷെ നമ്മളൊന്ന് അനങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പെയിൻ നമുക്ക് ആ പെയിൻ എന്താണെന്നുള്ളത് സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാർക്ക് മനസ്സിലാവും. അല്ലാത്ത ആർക്കും ആ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവില്ല. നമ്മളിങ്ങനെ പറയില്ലേ, നോർമൽ ഡെലിവറി ആണ് ബെറ്റർ, സി സെക്ഷൻ വേദന കുറവ്, നോർമൽ ഡെലിവറി ഇങ്ങനെ പെയിൻ അനുഭവിച്ച് പ്രസവിക്കുവാണ്, സി സെക്ഷൻ പെയിൻ അനുഭവിക്കുന്നില്ലല്ലോ, അങ്ങനെ പറയുന്നവരെ തലമണ്ട തല്ലി പൊളിക്കണം. കാരണം നമ്മൾ സി സെക്ഷൻ കഴിയുന്നവരും അനുഭവിക്കുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് അത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെ ഈ സി സെക്ഷൻ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മേജർ സർജറിയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സർജറിയാണ് അവിടെ നടക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഈ സി സെക്ഷൻ കഴിഞ്ഞവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി എന്തും അവർ ഫേസ് ചെയ്യും. ഫിസിക്കലി ഹേർട്ട് ചെയ്യാൻ ഇനി അവരെ പറ്റില്ല. കാരണം അത്രയും നമ്മൾ ഹേർട്ടായി കഴിഞ്ഞു. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ June 5th ആയി. June 5th രാവിലെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പം എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്നെ ബെഡിൽ കൊണ്ട് കിടത്തി ഫസ്റ്റ് വാക്ക് ടു ബാത്റൂം. അതായിരുന്നു എനിക്ക്, എൻ്റെ ദൈവമേ, ഞാൻ 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 ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഒന്നിപ്പോൾ ഇല്ലാണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഇതിലും ബെറ്റർ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആ പെയിൻ എന്നുള്ളത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ആകെ പറയാനുള്ളത് സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാരോട് ഹാറ്റ്സ് ഓഫ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദന, ആ വേദന വെച്ചിട്ട് നമ്മൾ വാവയ്ക്ക് പാല് കൊടുക്കുന്നു. വാവ എത്ര കരഞ്ഞാലും നമ്മൾ പാല് കൊടുക്കുന്നു. നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു കുട്ടി കുട്ടി സ്റ്റെപ്സ് വെക്കുന്നത് ചിന്തിക്കാനേ പറ്റില്ല. എനിക്കിപ്പോഴും എനിക്ക് ആ ഒരു പെയിൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുവാണ്. പക്ഷെ ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ, ഞാൻ June 5th ആ ഡേ തന്നെ ഞാൻ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്ന ബെഡിൻ്റെ ചുറ്റും ഞാനിങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ നടക്കുമായിരുന്നു. എൻ്റെ സ്റ്റിച്ച് വലിഞ്ഞ് ഞാൻ ആ പെയിൻ ഒന്ന് എനിക്ക് വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ കുറച്ചെങ്കിലും പെയിൻ ഒന്ന് കുറയണം എന്നുള്ളതിൽ ഞാൻ സ്റ്റിച്ച് വലിയാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് വെക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ സ്റ്റിച്ചിൻ്റെ വേദന എന്ന് പറയുന്നത്. അതായിരുന്നു. പിന്നെ എനിക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വന്നൊരു കാര്യമായിരുന്നു, അനസ്തീഷ്യൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്ന ഒരു തലവേദനയുണ്ട് എനിക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു തലവേദന ഉണ്ടായിട്ടേ ഇല്ല. ആ തലവേദന എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ തലവേദനയായിട്ട് വരികയല്ല അത് ചെയ്യുക. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴുത്തിലായിരിക്കും. കഴുത്തിൽ ഇങ്ങനെ പെയിൻ വന്ന് 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 തലയിലേക്ക് ഇങ്ങനെ കയറുന്ന പോലെ തോന്നും. ആൻഡ് എൻ്റെ സ്കള്ള് വേറെയും സ്പൈനൽ വേറെയും ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. എൻ്റെ സ്കള്ളിങ്ങനെ വേറെ നിന്ന് ഇങ്ങനെ ആടുന്നു, സ്പൈനൽ വേറെ നിൽക്കുന്നു, എൻ്റെ തല ഫുൾ വേദനയാകുന്നു. ഐ മീൻ, നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ വീഴും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തീർന്ന്, അങ്ങനെ ഒരു വേദനയായിരുന്നു എനിക്ക്. തലവേദന ഉണ്ടായിരുന്നത്. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വേദനയായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിതിവിടെ ഷെയർ ചെയ്യാൻ കാരണം ആരെയും പേടിപ്പിക്കാനോ ഒന്നുമല്ല. ഞാൻ ഈ ഒരു അനസ്തേഷ്യ കൊടുക്കുമ്പം ഈ ഒരു സൈഡ് എഫക്റ്റ് വരുന്നുണ്ടെന്ന് പറയുന്നത്. മെയിൻ തിങ്, ഞാൻ ചെയ്യാണ്ടിരുന്നത് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നില്ല. ഞാൻ വെള്ളം കൂടി കുറവായിരുന്നു. നമ്മൾ June 5th എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പം ആ ഒരു ഡേ ഞാൻ ഭയങ്കര കുറവായിരുന്നു വെള്ളം കുടിച്ചത്. അപ്പം ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറി. നമ്മുടെ ഈ അനസ്തീഷ്യ തന്നിട്ട് ആ മരുന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് അത് യൂറിനേറ്റ് ചെയ്ത് പോകണം. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് പോവുക. അല്ലെങ്കിൽ നമ്മൾ വൊമിറ്റ് ചെയ്യണം. അപ്പം വൊമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട്
യൂറിൻ പാസ് ചെയ്തിട്ട് ആ ഒരു അനസ്തേഷ്യ അനസ്തേഷ്യയുടെ മരുന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുള്ളൂ. അപ്പം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഡേ ഭയങ്കര കുറവായിരുന്നു വെള്ളം കുടിച്ചത്. അപ്പം എൻ്റെ ബോഡിയിൽ ആ ഒരു മരുന്ന് കിടന്നു എനിക്ക് നല്ല ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് എനിക്ക് നല്ല തലവേദന വന്നു. സോ നെക്സ്റ്റ് എനിക്ക് തലവേദന സഹിക്കാൻ പറ്റായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് സിസ്റ്ററോട് ചോദിക്കുമായിരുന്നു, എനിക്ക് പെയിൻ കില്ലർ തരുമോ എനിക്ക് ഈ തലവേദന മാറാൻ വേണ്ടിയിട്ട്. കാരണം അവരങ്ങനെ തരില്ല, പെയിൻ കില്ലേഴ്സ് കുറേ തരില്ല. അപ്പോൾ ജൂൺ 6 ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയായിരുന്നു ചെയ്തത്, എനിക്കൊന്ന് പെയിൻ കില്ലർ തരുമോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തലവേദന. ബിക്കോസ് എങ്ങനെയാണ് അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. തലവേദന നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സോ എൻ്റെ അനസ്തേഷ്യയുടെ ഡോക്ടേഴ്സ് വന്നു നെക്സ്റ്റ് ഡേ. അവർ പറഞ്ഞു നല്ല ബ്ലാക്ക് കോഫി കുടിക്കാൻ. ഞാൻ പറയട്ടെ, സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാർ നെക്സ്റ്റ് ഡേ തന്നെ കുടിക്കേണ്ട സാധനമാണ് ബ്ലാക്ക് കോഫി. നല്ല കടുപ്പമുള്ള കാപ്പി കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ 2 കാര്യം ചെയ്താൽ നമുക്ക് ആ തലവേദന കുറയും കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല കടുപ്പമുള്ള കാപ്പി രാവിലെ കുടിക്കുമായിരുന്നു. ആൻഡ് നല്ലോണം വെള്ളം ഞാൻ എടുക്കുമായിരുന്നു. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആ ഒരു വഴിയേ ഉള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് യൂറിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു അനസ്തേഷ്യയുടെ മരുന്നിൻ്റെ ആ ഒരു മരുന്ന് നമ്മളെ ബോഡിയിൽ നിന്ന് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതായിരുന്നു എൻ്റെ ആ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ആ ഒരു തലവേദനയും ഈ ഒരു സ്റ്റിച്ചിൻ്റെ പെയിനും ആയിരുന്നു കേട്ടോ. ദെൻ ജൂൺ 8 ആയി ഞാൻ കുറച്ച് മൂവ്മെൻറ്റ്സ് കൂടുതൽ വെക്കാൻ തുടങ്ങി. റൂമിൻ്റെ പുറത്ത് വരാന്തയിൽ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂവ്മെൻറ്റ്സ് അത്യാവശ്യം ഞാൻ കൂട്ടി തുടങ്ങി. ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൂട്ടി തുടങ്ങി. ഇപ്പം ചിലവർ പറയും അത്രയും മൂവ് ചെയ്യരുത്, ബെഡിൽ തന്നെ കിടക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. സി സെക്ഷൻ കഴിഞ്ഞവർ കുറച്ച് സ്റ്റെപ്സ് വെക്കണം, കുറച്ച് നടക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ ലോങ് നടക്കുകയല്ല, കുറച്ച് നമ്മൾ ട്രൈ ചെയ്യണം നടക്കാൻ. കാരണം നമ്മളുടെ ആവശ്യമാണ് നമ്മൾ പെട്ടെന്ന് ഹീലായി പുറത്ത് വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ബോഡീനെ പറ്റിയിട്ട്, എവിടെ വേദനയുണ്ട്, എവിടെ വേദനയില്ല, നടുവേദന ഉണ്ടോ ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മെല്ലെ നമ്മൾ ട്രൈ ചെയ്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കാന്നേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ ഒരു ഇത്. ആ ഒരു സി സെക്ഷൻ, ആ ഒരു 4 days എന്ന് പറയുന്നത്. ബേബിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. ബേബി ജനിച്ചപ്പം 2.9 സംതിങ് ഉണ്ടായിരുന്നു വെയിറ്റ്. ആൾക്ക് അങ്ങനെ മഞ്ഞ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ദൈവം സഹായിച്ചില്ലാത്തതുകൊണ്ട് ആളങ്ങനെ ഫോട്ടോതെറാപ്പിക്ക് ഒന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല. NICUവിലും കിടത്തേണ്ടി വന്നില്ല. സാധാരണ 1 month നേരത്തെ വരുമ്പം NICUവിൽ കിടത്തും എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് NICUവിലും കിടത്തേണ്ടി വന്നിട്ടില്ല. ആൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബേബീൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ലായിരുന്നു. ആൾ നല്ല സെറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു ഹീലായിട്ട് വരേണ്ടിയിരുന്നത്. അങ്ങനെ 5ാമത്തെ ദിവസമായിരുന്നു എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻസ്റ്റയിൽ വരുന്ന കുറച്ച് മെസ്സേജസാണ്, എങ്ങനെയാണ് ഹീലായത്, ഭയങ്കര പെയിനാണ് ഞങ്ങൾക്ക്. മീൻസ് സി സെക്ഷൻ കഴിഞ്ഞ അമ്മമാർ, ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞവർ പറയുന്നത് ഭയങ്കര പെയിനാണ്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഹീലായതെന്നൊക്കെ. ഞാൻ പറയട്ടെ, എനിക്ക് ഹീലായത് ഞാൻ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ചിൻ്റെ വേദന കുറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. മൂവ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും, ഉറപ്പായിട്ടും മൂവ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. കാരണം നമ്മുടെ ബോഡിയിൽ അത്ര വലിയൊരു മേജർ സർജറിയാണ് നടന്നത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മൂവ് ചെയ്യണം. എത്ര വേദനയാണെങ്കിലും നമ്മളൊന്ന് മൂവ് ചെയ്യുക. ഡോക്ടർ മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുക. നമ്മൾ അവിടുത്തെ വൂണ്ടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. എപ്പോഴും വൂണ്ട് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകുക. അത് നല്ല ഡ്രൈ ആക്കി വെക്കുക. ഡോക്ടർ പറഞ്ഞ മെഡിസിൻ അവിടെ അപ്ലൈ ചെയ്യുക. നല്ലോണം റെസ്റ്റ് ചെയ്യുക. വേണ്ട മൂവ്മെൻറ്റ്സ് ബോഡിക്ക് കൊടുക്കുക. പിന്നെ നല്ലോണം ഫുഡ് കഴിക്കുക. എന്നുവെച്ചാൽ നല്ല ഫുഡ് കഴിക്കുക. ഞാൻ കഴിച്ചിരുന്നതായിരുന്നു ഈ വൂണ്ട് ഹീലാവാൻ, വൂണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫിഷാണ് വരാൽ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വരാലിൻ്റെ മീൻ ഇവിടെ വാങ്ങി തരുമായിരുന്നു നന്ദു. അപ്പം ഞാൻ ആ ഫിഷ് ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വൂണ്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഫിഷ് നന്നായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ പൈനാപ്പിളും കഴിക്കുമായിരുന്നു. അതും വൂണ്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പൈനാപ്പിളും കഴിക്കുമായിരുന്നു. പിന്നെ ഡോക്ടർ തന്ന മെഡിസിൻസ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ടൈം ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് പെയിൻ കില്ലേഴ്സ് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒരു 5 ഡേയ്സിലേക്ക്, നെക്സ്റ്റ് 5 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ 5 ഡേയ്സ് കഴിഞ്ഞപ്പോഴും എനിക്ക് വേദന അത്ര കുറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരു 3 ഡേയ്സും കൂടെ പെയിൻ കില്ലേഴ്സ് വേണം. ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ എനിക്ക് ആ പെയിൻ കില്ലറും കൂടെ തരുക ഉണ്ടായിരുന്നത്. ഹൈ ഡോസ് പെയിൻ കില്ലർ ഒന്നല്ല.
അപ്പോൾ അതും കൂടെ തന്ന് ഞാൻ നല്ല പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഒരു സ്പീഡ് റിക്കവറി ഉണ്ടായത്. ഞാൻ പറയട്ടെ, ഇത് എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ വൺ ഓൺ വൺ ബോഡിയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങളും ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് ആ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്. ഞാൻ ജസ്റ്റ് പറയുന്നത് എൻ്റെ സ്റ്റോറി കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയാൽ, ഇപ്പം ചില സിംറ്റംസ് നിങ്ങൾക്ക് അതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. അങ്ങനെ അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ച ചോദ്യമായിരുന്നു, ഞാൻ എടുത്ത പോസ്റ്റ് നേറ്റൽ കെയർ എപ്പോഴായിരുന്നു എടുത്തത്, എപ്പോഴാണ് എടുക്കേണ്ടത്, എടുക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് നേറ്റൽ കെയർ. പക്ഷേ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് നേറ്റൽ കെയറിന് ഡിസൈഡ് ചെയ്തത്. സോ ജൂൺ 4 എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ജൂലൈ 2, 3 ഞാൻ എൻ്റെ പോസ്റ്റ് നേറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും 3 വീക്സ് എബവ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റ് നേറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എവിടെയാണ് പോസ്റ്റ് നേറ്റൽ കെയർ ചെയ്തതെന്നുള്ളത്, ഞാൻ മധുവനം ആയുർവേദിക് നഴ്സിംഗ് ഹോമിലാണ് ചെയ്തത്. 14 ഡേയ്സിൻ്റെ പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു സി സെക്ഷൻ ജേർണി എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് റിക്കവർ ആയതെന്ന് ചോദിച്ചവരോട്, എൻ്റെ ബോഡി എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ ബോഡി പറയുന്നതാണ് കേട്ടത്, എൻ്റെ ഡോക്ടർ പറയുന്നതാണ് കേട്ടത്. ചിലപ്പം എല്ലാവരും പറയും കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ ഭയങ്കര നടുവേദന വരുമായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ. ഇപ്പം ഞാനൊന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഡോക്ടർ പറയുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. മേ ബി എനിക്ക് ഫ്യൂച്ചറിൽ നടുവേദന വരുമായിരിക്കും, എനിക്കറിയില്ല, വരുമോ വരില്ലയോ വാട്ടെവർ. ഇപ്പോൾ റെസ്റ്റ് എടുത്തവർക്കും നടുവേദന ഞാൻ കേട്ടിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാത്തവർക്കും വരുമായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദ ബോഡിയാണ് എല്ലാം. അപ്പം ഞാൻ എൻ്റെ ബോഡി പറയണത് കേട്ടിട്ടാണ്, എൻ്റെ ഡോക്ടർ പറയണത് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ സി സെക്ഷൻ റിക്കവറി ഫുൾ ചെയ്തത്. സോ ഞാൻ 28 ഡേയ്സ് ആവുന്നതിൻ്റെ മുന്നേ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്കറിയാം എൻ്റെ ബോഡി, എനിക്ക് എവിടെ വേദനയുണ്ട്, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നല്ല ബോധം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിനനുസരിച്ച് ഞാൻ മെല്ലെ നടക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എങ്ങനെ ആ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ, ഇങ്ങനെ മെല്ലെ 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 ഓരോന്ന് ചെയ്യാം. അങ്ങനെ ഞാൻ ഡോക്ടർ പറയുന്നത് പോലെ മെല്ലെ മെല്ലെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായത്. അപ്പം ഇത് ഞാൻ പറയുന്നത് നോട്ട് ടു ലൈക്ക്, ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോടോ ഡെലിവറി കഴിഞ്ഞവരോടോ അല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരോടാണ്. അവർ ഈ പ്രഗ്നൻ്റ് ആയി അവരെ കൂടെ നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഈ ഒരു അമ്മേനെ നമ്മൾ റൂമിൽ പൂട്ടിയിടുകയല്ല വേണ്ടത്. ലൈക്ക് അതൊരു വലിയൊരു ഫ്രസ്ട്രേഷനാണ്. അവർക്കറിയാം അവരുടെ ബോഡി, അവരെ ഒന്ന് മൂവ് ചെയ്യണം, ഒന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമ്മതിക്കുകയാണ് വേണ്ടത്. ബിക്കോസ് നമ്മുടെ ബോഡി ഹീലാവുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെലിവറി കഴിഞ്ഞ അമ്മമാരുടെ മൈൻഡും ഹീലാവാൻ. കാരണം ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നൊരു ടൈമാണത്. ഒത്തിരി ഹോർമോൺ ഇംബാലൻസ് നടക്കുന്നൊരു സമയമാണത്. അപ്പം അവർ കുറച്ച് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ അവർ കുറച്ച് ഭയങ്കര ഇമോഷൻസ് പുറത്ത് കാണിക്കാം. അപ്പം നിങ്ങൾ ചുറ്റുമുള്ളവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ദാറ്റ് ഇങ്ങനെ കുറേ ഹോർമോൺ ഇംബാലൻസ് അവിടെ നടക്കുന്നുണ്ട്, സ്ട്രെസ്ഡ് ആണ്, ഈ ഒരു അമ്മ പുതിയൊരു ജേർണിയിലാണ്, അമ്മ എന്നുള്ള ഒരു വലിയൊരു പുതിയ ജേർണിയിലാണ്. സോ ജസ്റ്റ് അത് മനസ്സിലാക്കുക, കൂടെ നിൽക്കുന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെയൊക്കെ നമ്മുടെ പോസ്റ്റ് പാർട്ടം റിക്കവറി എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ചുറ്റുമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ എനിക്കറിയാം എൻ്റെ ബോഡിക്ക് എവിടേക്കാണ് വേദന, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഹീലാവാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം ഞാനൊന്ന് പുറത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പം എൻ്റെ ഫാമിലി അതിന് സമ്മതിച്ചുകൊണ്ടായിരുന്നു എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി. ഭയങ്കര റിലീഫായിരുന്നു എനിക്കത്. അപ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ബോഡിയും ഓക്കെ ആവാൻ സ്റ്റാർട്ടായി. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു സി സെക്ഷൻ ജേർണി എന്ന് പറയുന്നത്. സോ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യങ്ങൾ ഇതിലുണ്ട്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ തരുന്നതാണ്. ഓരൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ ഐ ഹോപ്പ് യു ലവ് ദിസ് വീഡിയോ. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് ദേവു സ്റ്റോറീസിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.